ഇപ്പം അങ്ങയെ കാണാൻ വരുന്നവരെ സ്വീകരിക്കുന്നതിലും അവർക്ക് ഭക്ഷണം നൽകുന്നതിലും അങ്ങ് കാട്ടുന്ന വലിയ ആതിഥേയ മര്യാദ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് മാതൃകയാക്കാൻ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ശീലം അമ്മയിൽ നിന്നാണോ കിട്ടിയത്, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണോ കിട്ടിയത്? അത് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കണം അത് കിട്ടിയത്. കാരണം ഞങ്ങൾ കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ ചില സുഹൃത്തുക്കളോട് കൂടി വീട്ടിൽ ചെന്നാൽ വലിയ തോതിൽ സൗകര്യങ്ങളൊന്നും വീട്ടിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉള്ളത് വെച്ച് പെട്ടെന്ന് തന്നെ അമ്മ അവർക്ക് എന്തെങ്കിലും കൊടുത്തിരിക്കും, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട്. അങ്ങനെയൊരു രീതി ചെറുപ്പത്തിലേ കണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരിക്കാമെന്നാണ് തോന്നുന്നു. അങ്ങേക്ക് പാചകം ഇഷ്ടമാണോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങ് അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? പാചകം ഒരു കലയാണ്. ആ കലയിൽ ഞാൻ അത്ര വിദഗ്ധനല്ല. പക്ഷേ ഇടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു നേരത്തെ, ചായ കുടിക്കുന്ന കാലത്ത്. അത് ശീലിച്ചിരുന്നു. അതിനപ്പുറത്ത് ഇല്ല, ഒന്നിലേക്ക് കടക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണം എന്താണ്? ഞാൻ സാധാരണ പിന്നെ ഏത് ഭക്ഷണവും കഴിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പം അടുത്ത കാലത്തായിട്ട് ചില നിയന്ത്രണങ്ങൾ ഞാൻ തന്നെ വെക്കാറുണ്ട്. ഇന്ന് ചിലതേ കഴിക്കൂ, ചിലത് കഴിക്കില്ല എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഒരു ഭക്ഷണത്തോടും അപ്രിയമില്ല, ഒന്നും മാറ്റി നിർത്താറില്ല. എല്ലാം കഴിക്കുന്ന ഒരു കൂട്ടക്കാരനാണ് ഞാൻ. ചിലപ്പോൾ ഭാര്യ അല്ലെങ്കിൽ അമ്മ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനോടായിരിക്കും കൂടുതൽ താല്പര്യം. അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടോ? എനിക്ക് തീർച്ചയായും അതാണ്. വീട്ടിലെ ഭക്ഷണമാണ് എനിക്ക് ഏറ്റവും താല്പര്യം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും വീട്ടിലെ ഭക്ഷണത്തെ പറ്റി താരതമ്യപ്പെടുത്തി പോകും. അത് എപ്പോഴും എനിക്ക് താല്പര്യം വീട്ടിലെ ഭക്ഷണം തന്നെയാണ്.